Yes, beloved children of God, whenever we were broken through the different kinds of the trials and temptations, and all the time God has comforted us. അതേ പ്രിയമുള്ളവരെ, നാം വിവിധങ്ങളായ പരീക്ഷകളാലും കഷ്ടപ്പാടുകളാലും നുറുങ്ങിയിരുന്ന വേളയിലൊക്കെയും നമ്മുടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ചു. Fear not, I will be with thee. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. I will help thee. ഞാൻ നിന്നെ സഹായിക്കും. I will fight for thee. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Like manner God has comforted us. ഇങ്ങനെയല്ലോ നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിച്ചത്. More than our father, earthly father, mother, God has comforted us. ഭൗമികമായ നമ്മുടെ പിതാവിനേക്കാൾ ഉപരിയായി മാതാവിനേക്കാൾ നമ്മുടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിച്ചു. Through his word of promise, God has comforted us. തന്റെ വാഗ്ദത്തത്തിന്റെ മുഖാന്തരമായി അവൻ നമ്മെ ആശ്വസിപ്പിച്ചു. Believe in God, believe in the promises. ദൈവത്തിൽ വിശ്വസിപ്പീൻ, അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിപ്പീൻ. Let's all rejoice in the presence of the Lord. നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കാം. He is faithful in his promises. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്നു. He will never leave us nor forsake us. അവൻ നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. He will never leave us in the halfway of our spiritual journey. നമ്മുടെ ആത്മീയ യാത്രയുടെ പകുതി വഴി അവൻ നമ്മെ വിട്ടേച്ച് പോകുകയില്ല. He will surely hold our hands, lead us and guide us, surely reach our another shore. നിശ്ചയമായി നമ്മുടെ കൈകളെ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തി മറുകരയിൽ നമ്മെ എത്തിക്കും. Hold of Jesus, hands of Jesus. യേശുവിന്റെ കരങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. Hold the hands of Jesus. യേശുവിന്റെ കരങ്ങളിൽ പിടിച്ചുകൊള്ളു. Hold the hands of Jesus. യേശുവിന്റെ കരങ്ങളിൽ പിടിച്ചുകൊള്ളു. Follow his footsteps. അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവീൻ. Live as a holy life in this world. ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പീൻ. And prepare our life for the coming of the Lord. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുക്കാം. For the purpose of receiving the mighty anointing of God. അതിനുവേണ്ടി കർത്താവിന്റെ സത്യമായ അഭിഷേകത്തെ നമുക്ക് ഏവർക്കും പ്രാപിക്കാം. Hallelujah. According to his promise, surely our Lord Jesus Christ will come soon. അവന്റെ വാഗ്ദത്തത്തിനൊത്തവണ്ണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വേഗത്തിൽ വെളിപ്പെടും. He will finish the work of Zion. He will appear in his glory. സിയോന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഉടനെ അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകും. The work of Zion is finished simultaneously. The work of New Jerusalem also will finish. സിയോന്റെ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതിനോട് സമാന്തരമായി തന്നെ യെരൂശലേമിന്റെ പ്രവൃത്തികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. Prepare our life to meet our Savior. നമ്മുടെ രക്ഷകനെ സന്ധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം. Prepare our life for the meet our Savior. നമ്മുടെ രക്ഷകനെ സന്ധിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം. Surely God will come. നിശ്ചയമായി ദൈവം വരും. According to promise, he will come. വാഗ്ദത്തത്തിനൊത്തവണ്ണം തന്നെ അവൻ വരും. Believe in God. ദൈവത്തിൽ വിശ്വസിപ്പീൻ. Where our God is dwelleth, we are also be dwell with him ever and ever. നാം നമ്മുടെ ദൈവം എവിടെ വസിക്കുന്നുവോ നാമും അവിടെ ശാശ്വതമായി അവരോടുകൂടെ വാസം ചെയ്യും. So Jesus promised, and I will go prepare a place for you. I finish that work, I will come again. Where I am, you will also be with me. അതുകൊണ്ട് നമ്മുടെ യേശു നമ്മോട് പ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ, ഇതാ ഞാൻ പോകുന്നു, നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരുക്കിയതിനു ശേഷമോ കടന്നു വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരുത്തേണ്ടതിന് നിങ്ങളെ എന്നോടുകൂടെ ചേർത്തുകൊള്ളും. He is the promise keeping God. അവൻ വാഗ്ദത്തത്തെ പാലിക്കുന്ന ദൈവമാകുന്നു. Surely he will come. നിശ്ചയമായി അവൻ വരും. Prepare our life for the coming of the Lord. കർത്താവിന്റെ വരവിനായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം. Let's all rejoice in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് ഏവർക്കും ആനന്ദിക്കാം. Hallelujah.
Oh my New Testament church, in which things you are boasting yourself? Which wisdom do you boast yourself? In what riches are you boasting yourself? I remember thee as a dust. I formed thee out of the dust. I remember you as a dust. In order to change you like unto me, I shed my own blood. I sent the Holy Spirit unto you. My desire is to transform you through the anointing of the Holy Ghost and through my blood. How much forth have you transformed? How have you grown in my character? Have you realized that? I'm going to come unto the children who have transformed themselves through my anointing, through my word and through my blood. Remember you as a dust and be transformed through my Holy Spirit. Dust cannot come to heaven. You have to be transformed. Be transformed and get ready to meet me. Behold, I come quickly, says the Lord. Many are found in my presence in a troubled state and a disheartened state. In these last days, the evil Satan has troubled many hearts. Because of the different temptations and battles they are facing in their life, evil Satan has troubled their mind. Therefore, the purpose which I have concerned them, they are not able to fulfill, and therefore I am grieved in my presence. നിത്യ രാജ്യത്തിനായിട്ടത്രേ ഞാൻ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലോ ദുഷ്ടനായ സാത്താൻ നിങ്ങളുടെ മനസ്സിൽ അനേകമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ കലക്കി എന്റെ വരവിനായി ഒരുങ്ങാൻ കഴിയാതോടെ നിങ്ങളെ ആക്കിയിരിക്കുന്നു. Behold, my children, I am making you ready for the eternal kingdom.
but the evil Satan is bringing in many burdens and temptations into your life and is troubling your hearts, and therefore you are not able to prepare for the eternal kingdom. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും എന്നിൽ ആശ്രയിച്ച് എന്റെ കൃപയ്ക്കായി യാചിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ജയിച്ച് എന്നോടുകൂടെ നിത്യതയിൽ വാഴുവാൻ സാധ്യമാകും. Truly you have afflictions and temptations in this world, but trust in me and seek grace from me, then you should be able to dwell with me in eternity. ഇപ്പോൾ നീ ഏതെല്ലാം കഠിനപാതയിലൂടെ ഏതെല്ലാം പ്രശ്നത്തിന്റെ നടുവിലൂടെ കടന്നുപോയാലും നിന്നെ വിടുവിക്കുവാൻ ശക്തനായിരുന്നു ഞാൻ നിന്റെ നടുവിലൂടെ ഉലാവിക്കൊണ്ടേയിരിക്കുന്നു. Whatever your hardship may be, whatever your paths and burdens may be, as a Almighty God, well able to deliver you, behold, I am walking in your midst. ഇന്ന് പകൽക്കാലം ദൂതനായ സാത്താനെ തടയത്തോത്ത് എന്റെ ജനത്തെ വിടുവിക്കുവാൻ ശക്തനായിരുന്നു ഞാൻ നിങ്ങളുടെ നടുവിലൂടെ ഉലാവിക്കൊണ്ടേയിരിക്കുന്നു. As an Almighty God, well able to crush the head of Satan and to deliver my people, behold, I am walking in the midst of my people, says the Lord. എന്നിൽ ആശ്രയിച്ച ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. Oh, my people who have trusted in me shall never be ashamed. പൂർണ്ണമായി എന്നിൽ ആശ്രയിക്കുക, വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം നീ എന്റെ മഹത്വത്തെ കാണും. Put all your trust in me. If you shall believe in this afternoon time, you shall see my glory, thus saith the Lord. എത്ര വലിയ രോഗം നിന്നെ ഭരിക്കുന്നു, എത്ര അതികഠിനമായ വേദന നിന്നെ ഭാരപ്പെടുത്തുന്നു, ഇത് എന്റെ ശക്തിയേറിയ വചനം പുറപ്പെട്ടു വന്ന് ഇതാ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Whatever incurable diseases is reigning over you, whatever great pains you are enduring, behold, I am sending my mighty word in order to deliver you, says the Lord. ഇനി നിന്റെ ജീവിതകാലത്തിൽ നീ ദുഷ്ടനായ സാത്താനിടം കൊടുക്കാതെ എന്റെ ഹിതത്തെ പരിപൂർണ്ണതയോടെ തികച്ച് എന്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളുക. എൻ സഭയെ ഇതാ ഞാൻ അതിവേഗത്തിൽ മധ്യവാനിൽ വെളിപ്പെടാൻ പോകുന്നെന്ന് സർവകൃപാലുവായ ദൈവം അരുളി ചെയ്യുന്നു. Rest of your days, oh my dear beloved children, do not give room to the evil Satan. Submit yourself and perform my whole will in your life. Behold, in the mid clouds I am going to appear, thus saith the Lord. Let's all fill with the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാൽ നമുക്ക് ഏവർക്കും നിറയപ്പെടാം. Let's all rejoice in the hope of the coming of the Lord. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് ഏവർക്കും ആനന്ദിക്കാം. Yes, the great joy, the great blessed day waiting for you and me. ഇതാ ഒരു വലിയ മഹാസന്തോഷം, മഹാസുദിനം നമുക്ക് ഏവർക്കുമായി കാത്തുകൊണ്ടിരിക്കുന്നു. Prepare our life, sanctify our life. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. Sanctify our life and prepare our life for the coming of the Lord. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഒരുക്കാം. He is our healer. അവനാകുന്നു നമ്മുടെ സൗഖ്യദായകൻ. He is our sanctifier. അവനാകുന്നു വിശുദ്ധീകരിക്കുന്നവൻ. He is our redeemer. അവനാകുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. He is our helper. അവനാകുന്നു നമ്മുടെ സഹായകൻ. He is all in our life. നമ്മുടെ ജീവിതത്തിൽ അവൻ എല്ലാത്തിനും എല്ലാം തന്നെ. Let's rejoice in the Lord. നമ്മുടെ കർത്താവിൽ നമുക്ക് ആനന്ദിക്കാം. Hallelujah. Amen. ആനന്ദമേ പരമാനന്ദമേ
Quicken us, revive us, renew the hope of the coming of the Lord. Shall we praise God? കർത്താവ് നമ്മെ ജീവിപ്പിച്ചല്ലോ, കർത്താവ് നമ്മെ ഉണർത്തിയല്ലോ, വരവിന്റെ പ്രത്യാശ കർത്താവ് പുതുപ്പിച്ചല്ലോ. അതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Every day we may sanctify more and more, come closer and closer to God, and we shall prepare our life for the coming of the Lord. Shall we praise God? നാം അധികമായി നമ്മെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈനംദിനം കർത്താവിന്റെ സമീപേ കടന്നു വന്ന് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Submit the rest of the meeting in the mighty hands of God. Let's praise God. യോഗത്തിന്റെ സിസ്റ്റമുള്ള ഭാഗങ്ങളെ കർത്താവിന്റെ ശക്തിയുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Those who are inspired the Spirit of God, one believer brother, believer sister, you can pray. ആത്മാവിലായിരിക്കുന്ന, ആത്മാവ് ഹേമിക്കുന്ന ഒരു സഹോദരനും ഒരു സഹോദരിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കാം. ஆண்டவரே நீர் நல்லவர், நன்மை செய்கிறவர், நீர் நேற்றும் இன்றும் என்று மாறாத எங்களுடைய தேவனாய் இருக்கிறபடியால் நாங்கள் நன்றியோடு உம்மை துதிக்கிறோம் சுவாமி. கடந்த நாட்களாம் நீர் எங்களை கண்ணின் மணி போல பாதுகாத்தீர், எல்லாவது தீங்கு குத்திமைக்கு எங்கள் ஆத்மாவை விலக்கி காத்தீர். தகப்பனாய் தாயாய் எங்களுக்கு எல்லாவற்றுக்கும் எல்லாமாய் நீர் இருக்கிறபடியால் நாங்கள் நன்றியோடு துதிக்கிறோம் சுவாமி. எங்களுக்கு என்ன தகுதி இருக்கிறது கர்த்தாவே, சொல்லிக் கொள்வதற்கு எந்த மேன்மை இருக்கிறது கர்த்தாவே, எல்லாவுடைய கிருபை உடைய இரக்கம் உடைய அன்பா இருக்கிறபடியால் நன்றியோடு துதிக்கிறோம் சுவாமி. உளையான சேற்றிலிருந்தும் பாவ குழியிருந்தும் எங்களை தூக்கி எடுத்து ஆண்டவரே எங்களுடைய பாவங்களை எல்லாம் நீக்கி உம்முடைய பரிசுத்த ரத்தத்தை கொண்டு எங்களை பரிசுத்தப்படுத்தி ஆண்டவரே கர்த்தாவே பரிசுத்தவான் ஐக்கியத்திலே ஜீவனோட தேசத்திலே உம்மை ஜீவனோட பக்தியோடு ஆராதிக்க தந்த பாக்கியத்துக்காய் நன்றியோடு துதிக்கிறோம் சுவாமி. இந்த மதியான நேரத்தில் கர்த்தாவே ஒரு சிறு கூட்டமாய் உம்முடைய பிள்ளைகளாய் நாங்கள் இடத்துல கூடி வந்திருக்கிறோம் சுவாமி. ஆண்டவர் தாமே எங்களை ஆராதனையை பொறுப்பெடுக்க முடியாது ஜெபிக்கிறோம். பாடல் மூலமா கர்த்தாவே சபைக்கு கர்த்தாவே தேவன் தந்த எழுப்புதலுக்காய் நன்றியோடு துதிக்கிறோம் சுவாமி. ஒவ்வொருவரையும் கர்த்தாவே நீ உயிர்ப்பித்தபடியால் நன்றியோடு துதிக்கிறோம். பேசின எல்லா நல்ல வார்த்தைகளுக்காய் நன்றியோடு துதிக்கிறோம் சுவாமி. ஆண்டவரே உம்முடைய வார்த்தைகள் ஒருபோதும் ஒழிந்து போவதில்லை. நீ நேற்றும் இன்றும் என்று மாறாத எங்களுடைய தேவனாய் இருக்கிறபடியால் நாங்கள் நன்றியோடு துதிக்கிறோம். நீர் தொடங்கியதான வேலையை கர்த்தாவே நீ செய்து முடிக்க வரைக்கும் மட்டும் நீர் எங்களை விட்டு விலகுவதும் இல்லை, எங்களை கைவிடுவதும் இல்லை. அதற்காக நன்றியோடு துதிக்கிறோம் சுவாமி. காலங்களும் அடையாளங்களும் நம்முடைய வருகை சமீபமாய் கொண்டிருக்கிறது. நீ சீக்கிரமாய் வரப்போகிறீர் ஆண்டவரே. சீயோனின் வேலையும் எருசலேமின் வேலையும் ஆண்டவரே முடிக்கிற நாட்கள் மிகவும் சமீபமாய் இருக்கிறது கர்த்தாவே. ஆண்டவரே எச்சரிப்பின் சத்தத்தை கேட்டு அதன் பக்தியோடும் பயத்தோடும் கர்த்தாவே எங்கள் ரட்சிப்பை ஆண்டவரே நாங்கள் பிரயோஜனப்படுத்தி ஆண்டவரே உம்முடைய ராத்திரிகள் எங்களை தகுதியாய் ஜீவிக்க எங்களுக்கு உதவி செய்ய முடியாது நாங்கள் ஜெபிக்கிறோம். மீதியான பகுதியில் உம்முடைய கருத்தில் ஒப்படைக்கிறோம் சுவாமி. ஜீவனுள்ள சாட்சிகளை எங்கள் மத்தியில் எழுப்பி முடியாது ஜெபிக்கிறோம். சாட்சி சொல்லுவதற்கு தாராளம் கிருபை தரணுமே. தாங்களே தாழ்த்தி ஆண்டவரே உம்மை உயர்த்தி கர்த்தாவே சபைக்கு வெற்றி விருத்தி உண்டாகத்தக்கதாக ஜீவனுள்ள சாட்சிகளை எங்கள் மத்தியில் எழுப்பி தர முடியாது ஜெபிக்கிறோம். சீக்கிர ஆசிரியர் எங்களோடு பேச முடியாது ஜெபிக்கிறோம். உம்முடைய மகனை உம்முடைய கருத்தில் எடுத்து பாவிக்கணுமே சுவாமி. ஆண்டவரே பரலோகத்தின் மன்னாவை நீ எங்களுக்கு வெளிப்படுத்தணுமே. நித்திய ஜீவ மொழிகள் உம்மிடத்தில் இருக்கிறதே சுவாமி. நாங்கள் உம்மையே நம்பி இருக்கிறோம். உம்மை நம்பினோர் ஒருபோதும் மாண்டு போனதில்லை கர்த்தாவே. உம்மை நோக்கி பார்த்த முகங்கள் பிரகாசம் அடைந்தது கர்த்தாவே. நாங்கள் உம்மையே நம்பி இருக்கிறோம். உம்முடைய வார்த்தைகள் எங்களுக்கு வரட்டும் கர்த்தாவே. அந்த நித்திய ஜீவ மொழிகள் உள்ள வார்த்தைகளை கேட்டு நாங்கள் இன்னும் பலப்பட்டு ஆண்டவரே இன்னும் சக்தி பெற தேவனை கிருபை செய்ய ஜெபிக்கிறோம். வந்து ஒருவரையும் நீர் வந்து நம்ம திரும்பி அனுப்ப கூடாது கர்த்தாவே. உம்முடைய சமூகத்தில் எங்களுக்கு ஆனந்தம் உண்டு, உம்முடைய சமூகத்தில் எங்களுக்கு சந்தோஷ பரிபூர்ணதை உண்டு கர்த்தாவே. ஆண்டவரே ஒவ்வொருவரும் நீர் இறைப்படும்படியாக ஜெபிக்கிறோம். கஷ்டத்தை போக்கணுமே, கவலைகளை மாற்றணுமே, தேவையை எல்லாம் சந்திக்கணுமே, வியாதியா இருக்கிறவங்க எல்லாருக்கும் நல்ல சுகத்தை தரணுமே. ஆண்டவரே உம்முடைய பிள்ளைகளை நீர் விடுவிக்கணுமே, ஆசீர்வதிக்கணுமே, ஆண்டவரே பலப்படுத்தணுமே, தைரியப்படுத்தணுமே கர்த்தாவே. ஆண்டவரே தொடர்ந்து உள்ள எல்லா ஊழியங்களும் நம்ம கருத்தில் படைக்கிறோம். ஆசீர்வதிக்கணுமே கர்த்தாவே. நீ அதை வரப்போகிறீர். அந்த நாளைக்கு இந்த தகுதியாக ஜீவிக்க உதவி செய்யும். துதியும் கனமும் மகிமையும் புகழ்ச்சியும் எல்லாம் நீர் எடுத்துக்கொள்ளும். எங்களை தாழ்த்து உரிமையாக்கி வல்ல கருத்தில் ஒப்படைக்கிறோம். ஏசு கிறிஸ்து மூலம் ஜெபிக்கிறோம் எங்கள் ஜீவனுள்ள பிதாவே.